നമ്മൾ ഇന്നിവിടെ ലിബ്രെ ഓഫീസ് റൈറ്ററിലെ മെയിൽ മാർജ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ലിബ്രെ ഓഫീസ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിനകത്തുനിന്ന് ആദ്യം നമുക്കൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ലിബ്രെ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റർ, കാൽക്ക്, ഇംപ്രസ്, ഡ്രോയിങ്, ആമാദ് ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇനി ഇവിടെ നെയിം, അഡ്രസ് ഇങ്ങനെ 2 ഫീൽഡ് കൊടുത്തു. ഇനി കുറച്ച് നെയിംസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നെയിമും അഡ്രസ്സും. അപ്പം ഞാൻ 3 നെയിംസും 3 അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയൽ, സേവ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എനിക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടത്. നിങ്ങൾ എക്സാമിനാണെങ്കിലും ഓർക്കുക, ഡെസ്ക്ടോപ്പിൽ നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എക്സാം എന്ന് ഇതിന് പേരിട്ടു. ഇനി എക്സാം ഫോൾഡറിലേക്കാണ് ഞാൻ ഈ സ്പ്രെഡ്ഷീറ്റിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിന് ഞാൻ കൊടുത്തു മൈ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്ത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ എൻ്റെ സ്പ്രെഡ്ഷീറ്റിൻ്റെ പേര് മൈ ഡേറ്റ എന്നാണ്. ഇനി ഞാൻ എടുക്കേണ്ടത് റൈറ്റർ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ ഈ സ്പ്രെഡ്ഷീറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് റൈറ്റർ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഈ ഫയലിൻ്റെ താഴെ നമുക്ക് ഒരു ന്യൂ മെനു ഉണ്ട്. അവിടെ പോയി ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി എനിക്ക് വേണ്ട ലെറ്റർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഫ്രം പ്രിൻസിപ്പൽ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എന്നുള്ളത് കൊടുത്തു. ദെൻ 2 ഈ 2 എന്നുള്ളത് ഞാൻ കൊടുക്കേണ്ടത് 2 എന്ന് പറഞ്ഞ് NSS യൂണിറ്റിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒന്നും അവിടെ കൊടുക്കുന്നില്ല. ഞാൻ ദിസ് ഈസ് ടു ഇൻഫോം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ഇൻഫോം കഴിഞ്ഞ് വരേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ദാറ്റ് എ മീറ്റിംഗ് ഈസ് അറേഞ്ച്ഡ് ഇൻ SV ഹോൾ. അങ്ങനെ ഞാൻ ലെറ്റർ ടൈപ്പ് ചെയ്തു. അപ്പം നിങ്ങൾ ലെറ്റർ എഴുതുമ്പം ലെറ്ററിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവിടെ വരുത്തണം. ഞാനിപ്പം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എഴുതി അവസാനിപ്പിച്ചു. ഇനി എനിക്ക് മെയിൽ മാർജ് എടുക്കണമെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ടൂൾ മെനുവിൽ ഞാൻ പ്രസ് ചെയ്തു. ഇനി അവിടെ മെയിൽ മേർജ് വിസാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. മെയിൽ മേർജ് വിസാർഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സിലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഫ്രം മെയിൽ മേർജ് എന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ യൂസ് കറൻറ്റ് ഡോക്യുമെൻറ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇമെയിൽ മെസ്സേജ് അല്ല, ലെറ്റർ ആണ് വേണ്ടത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് എന്ന് പറയുന്നിടത്ത് ഓൾറെഡി ഞാൻ ഏതോ ഒരു അഡ്രസ് ഉള്ള ഒരു പേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡേറ്റാബേസായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കറൻറ്റ് അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ചിലപ്പം ഇതുണ്ടാവണം എന്നില്ല. ഇപ്പം ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ലിസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് അഡ്രസ് ലിസ്റ്റ് എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ് ലിസ്റ്റ് എന്ന് ഇവിടെ വരാൻ കാരണം ഓൾറെഡി ഒരു ഡേറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ് ലിസ്റ്റ് ആണെങ്കിലും സെലക്ട് അഡ്രസ് ലിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഈ ടാബിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണെങ്കിൽ ആ ഷീറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയുക. എസ് കൊടുത്ത് റിമൂവ് ചെയ്ത് കൊടുത്തു. ഇനി ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്ത് നമ്മുടേത് ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പം ആ ഡെസ്ക്ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ എക്സാം എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. അപ്പം എക്സാം എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാം എന്ന് പറയുന്ന ഫോൾഡർ
എക്സാം എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു. അതിനകത്ത് മൈ ഡേറ്റ ഡോട്ട് ODS എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡേറ്റാബേസ് ഉണ്ട്, അതിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ മൈ ഡേറ്റ എന്ന് പറയുന്ന എൻ്റെ ഡേറ്റാബേസ് ഇവിടെ വന്നു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു അഡ്രസ് ബ്ലോക്ക് കാണാം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അഡ്രസ് ലൈൻ 1 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടേതായ ഒരു അഡ്രസ് ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ മോറിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത്, എനിക്ക് നെയിമും അഡ്രസ്സും മാത്രമേ ഉള്ളൂ. നെയിം, അഡ്രസ് ലൈൻ 1, ഈ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ വീണ്ടും ഓക്കെ കൊടുത്തു. കണ്ടോ, ഇവിടെ ഫസ്റ്റ് നെയിം അഡ്രസ് ലൈൻ 1 എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ് ബ്ലോക്ക് ഇവിടെ വന്നു. ഇനി ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു അഡ്രസ് ബ്ലോക്ക് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് മാച്ച് ഫീൽഡ്സ് കൊടുക്കുമ്പോൾ ഏത് ഫീൽഡിലേക്കാണോ മാച്ച് ചെയ്ത് കൊടുക്കണേ ആ ഫീൽഡ് മാച്ച് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഫസ്റ്റ് നെയിമും അഡ്രസ് ലൈൻ 1ലേക്കും ഞാൻ എൻ്റെ ഡേറ്റാബേസിലെ ഡേറ്റേനെ മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ടൈറ്റിൽ എന്നുള്ളത് എനിക്കില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഫസ്റ്റ് നെയിം എന്നുള്ളതിലേക്ക് ഞാൻ നെയിം എന്നുള്ളത് മാച്ച് ചെയ്ത് കൊടുത്തു. അഡ്രസ് ലൈൻ 1ൽ അഡ്രസ് ലൈൻ 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് അഡ്രസ്സും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഓക്കെ പ്രസ് ചെയ്തു. ഇനി നമുക്കിവിടെ വെച്ച് ഫിനിഷ് ചെയ്യാം. നമ്മുടെ മെയിൽ മെർജിൻ്റെ സ്റ്റെപ്സ് നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഫിനിഷ് എന്നുള്ളത് ഞാൻ കൊടുത്തു. ഇനി എവിടെയാണോ എനിക്ക് ഡേറ്റ വരേണ്ടത് അവിടെ ഞാൻ കഴ്സർ വെച്ചു. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോയി ഫീൽഡിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ ഫീൽഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. മോർ ഫീൽഡ്സിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. ഈ വിൻഡോ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡേറ്റാബേസ് എന്നുള്ളതും മെയിൽ മെർജ് ഫീൽഡ്സ് എന്നുള്ളതും എനേബിൾഡ് ആണെന്ന് നിങ്ങൾ എൻഷുർ ചെയ്തിരിക്കണം. കാരണം ഇപ്പോൾ വേരിയബിൾസ് ആണെങ്കിലോ ഡോക്ക് ഇൻഫർമേഷൻ എന്നൊക്കെ ആണെങ്കിലോ നമ്മുടെ ഇൻ്റർഫേസ് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റാബേസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഈ മൈ ഡേറ്റ എന്ന് പറയുന്ന എൻ്റെ ഡേറ്റാബേസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് 1 എന്ന് പറയുന്ന അതിൻ്റെ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിൻഡോ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നെയിം എവിടെയാണോ വേണ്ടത് അവിടെ കഴ്സർ വെച്ചിട്ട് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കഴ്സർ വീണ്ടും ഞാനിവിടെ കൊണ്ടുവച്ച് നെക്സ്റ്റ് ലൈൻ എടുത്തു. ദെൻ അഡ്രസ് എന്നുള്ള ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇൻസേർട്ട് കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് ദിസ് ഈസ് ടു ഇൻഫോം ഒരു പെർട്ടിക്കുലർ നെയിം വേണം. അപ്പം വീണ്ടും ഞാൻ നെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇൻസേർട്ട്, അതായത് അവിടെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി വേറെ ഒരിടത്തും എനിക്കൊന്നും വേണ്ട, അതുകൊണ്ട് ഞാനിതിനെ ക്ലോസ് ചെയ്തു. ക്ലോസ് എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്കിവിടെ ഇവിടെ മെയിൽ മെർജിൻ്റെ ഫീൽഡ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൽ മെർജ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ടു റീന്യൂ ഡേറ്റ, ദിസ് ഇസ് ടു ഇൻഫോം റീന്യൂ ദാറ്റ് എ മീറ്റിംഗ് ഇസ് അറേഞ്ച് എന്ന് പറഞ്ഞു വന്നു. ഇനി അടുത്ത ആളുടെ പേര് ബിനു എന്നായിരുന്നു. ദിസ് ഇസ് ടു ഇൻഫോം ബിനു ദാറ്റ് എന്ന് പറഞ്ഞു വന്നു. ദെൻ ദിസ് ഇസ് ടു ഇൻഫോം സിനു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. അപ്പോൾ നമ്മുടെ മെയിൽ മെർജ് സക്സസ്ഫുള്ളായി. താങ്ക് യു.